സ്വർണോ നോഡിലെ ഓക്കെ 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 നോഡിലെ ഓക്കെ 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 നോക്കട്ടെ ഓക്കെ ആണോ ഓക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദിവസമായിട്ട് ഭീഷണിയുടെ കേട്ട് ഞാൻ ഇതാക്കും MRC പറഞ്ഞ എന്തോ തലയൊക്കെ അറന്ന് വീണ് മറ്റേ റോഡിൽ ഇതെന്താ പറയുന്നതെന്നറിയോ ഇത് പറയുന്നത് അതായത് നമ്മളിടയിൽ ഈഗിളിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ TV-യൊക്കെ ഇഷ്ടമല്ലാത്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിനെയാണ് പറയുന്നുണ്ടാവുക, മനസ്സിലായോ? അതായിരിക്കും പറയുന്നുണ്ടാവുക. ബാക്കി ഞാൻ നോക്കട്ടെ, ഫുൾ കാണും. ഓക്കെ നോക്കട്ടെ. ചോര വിളിപ്പിച്ച് കിടക്കുമെന്നൊക്കെയാണ് പറയണത്. ഓളെ കൊച്ചു പിള്ളേരെ ഇറങ്ങി നിന്റെ എല്ലാ പണിക്കും പോയി നോക്ക്. നിന്നെയൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഇവിടെ ജീവിക്കാൻ. പിന്നെ നിന്റെ ഭയങ്കര പാർച്ചിലുണ്ട്. നീയൊക്കെ മറ്റേ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. എന്തായാലും നിന്റെ കൂടെ സ്കൂളിൽ പോകാനും പഠിക്കാൻ പോകാനല്ല ഞാൻ എന്തായാലും മനസ്സിലായോ? അതെന്തായാലും അല്ല. ഞാൻ കുറേ ദിവസമായി ഞാനത് കേൾക്കണം കേസ്. ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ല കേസ്. നമുക്ക് ഇന്നത്തെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് അവരായിട്ടൊന്നും ചിരിച്ച് ഇതായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ള രീതിയിൽ പോകത്തില്ല എന്ന് പറയുന്നത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? പിന്നെ ഓരോ ദിവസം വന്ന് നമ്മളെ RP ചെയ്യുമ്പോഴും ഇതേപ്പറ്റി മിണ്ടിയില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എല്ലായിടത്തും എന്നെ വലിച്ചിടുക, അത് വലിച്ചിടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിയിൽ ഇരുന്നപ്പം അലീനയുടെ അക്കൗണ്ടിൽ ഒരുത്തൻ കൊച്ചുപേൻ എന്നൊക്കെ പറഞ്ഞു ഒരു കൊച്ചുമുണ്ട വന്നൊരു മെസ്സേജ് അയക്കണം. ഞാൻ എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ തലക്കി വിളിച്ചോണ്ട് ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ അവരെ തലക്കി വിളിച്ച് അവനോട് ചോദിക്കുന്നത് നീ ആരാണ്? ഞാൻ പറഞ്ഞ സിറ്റിയിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നീ സംസാരിക്കാൻ നീ ആരാണെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ 100 വട്ടം ചെയ്താൽ ഫോൺ എടുത്തില്ല, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചില്ലറ സൂക്കേടല്ലേ ഇവന്മാർക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തോ ഇവർക്ക് ഒന്നാമത്തെ കാര്യം കഴിച്ച് ഇവർക്ക് സിറ്റിയിലെ നിയമം സിറ്റിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. MRC ഉണ്ടായിരുന്ന വേറെ കുറച്ച് പുതിയ അണ്ണന്മാരുണ്ടല്ലോ. എടാ നമ്മൾ MRC ആണെന്ന് അവർക്ക് മനസ്സിലാക്കണം. പക്ഷെ അന്ന് അവനിന്ന് പറയും അത് TV ആണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് TV-യിലുള്ള എല്ലാവരും അറിയോ? അതുപോലെ ഞങ്ങൾക്ക് അറിയത്തില്ല. നീയൊക്കെ ഏതാ? നീക്ക് 2 മാസം മുമ്പ് കയറി വന്ന് നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ടാൽ ഞാൻ MRC എന്ന് പറഞ്ഞു ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം. അല്ല, ആ പറഞ്ഞ കാര്യമാണ് അതെനിക്ക് TV-യിലെ മെമ്പേഴ്സിനോടും പറയാനുള്ളതാ. എനിക്കെല്ലാവരും അറിയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ മറ്റേ അമ്പത്തൂരിന്റെ ഒരു സീൻ വലിച്ചത്, അങ്ങനെയാണല്ലോ, മനസ്സിലായില്ലേ? അത് നമ്മൾ സോറി പറഞ്ഞു, അതവിടെ സോൾവ് ആക്കി. സത്യം. അതിപ്പോ ഈഗിളിനായാലും ഉണ്ടാവും, എനിക്കായാലും ഉണ്ടാവും. നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നില്ലല്ലോ. നമുക്കറിയുന്ന എനിക്കറിയുന്ന 3-4 പേരേ ഉള്ളൂ. ഈഗിള്, കണ്ണാപ്പി, പിന്നെ ചന്ദ്രൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ അവിടെ അറിയൂ. ജോക്കി അണ്ണൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കിയുള്ള കുറേ എണ്ണത്തിന് എനിക്കും അറിയത്തില്ല, മനസ്സിലായോ? അപ്പൊ ഇതേ പ്രശ്നം എനിക്കും വരാറുണ്ട്. അപ്പൊ ആ പറഞ്ഞത് കാര്യം തന്നെയാണ്. MRC ആണെന്ന് നീ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാതെ മാറിയെന്ന് അല്ലെങ്കിൽ വരും. അതെ അതെനിക്ക് TV-യോടും പറയാനുള്ളത്. ഇത് ആരാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അല്ലാതെ നിന്നെ കാണുമ്പോൾ കുനിഞ്ഞിരുന്ന് ഇതാക്കാൻ പറ്റില്ല, മനസ്സിലായോ? A ക്ലാസ് അമ്പി നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അമ്പി അത് നിനക്കുള്ള പേര് അതാണ്. ഇനിയുള്ള നിനക്ക് അങ്ങനെ ഈ സിറ്റുവേഷൻ വന്നാൽ നിന്നെ അങ്ങനെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ഞാനത് മിണ്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മളെ ഒരുമാതിരി പട്ടിതാക്കണം. ഞാനിപ്പോൾ ഇത്രയും കാലത്ത് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഒരു ഇതുമില്ല. എടാ നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ഒന്നും നീയൊക്കെ വന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒത്തിരി ഇതുവരെ ചെയ്ത് കാണിക്കാൻ എന്തായാലും അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി നീയൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാനത് ഈ പറയുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യാം. അതുവരെ അങ്ങനെ എന്തായാലും ഒരുത്തനകത്തില്ല. അങ്ങനെ ഒത്തിരി ഇല്ലാത്തത്തോളം കാലം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില ആൾക്കാർ ലൈവ് വന്നിട്ട് പറയുന്നത് TV-ക്കും KV-ക്കും ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയെന്ന്. ഞാൻ പറഞ്ഞു ബ്രോ ഫ്രണ്ട്ലി ആവാൻ. ഞാൻ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. ഞാൻ ഇതല്ലേ ബ്രോ എടുത്തൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് പറഞ്ഞില്ല കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് TV-ക്കും KV-ക്കും ഫ്രണ്ട്ലി ഗ്യാങ് ആയതുകൊണ്ടാണ് അവർ കുറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓഡിയൻസ് പോയെന്ന്. എന്നാ പറയൊക്കെയാണ് പറയണേ ബ്രോ? എന്തൊക്കെയാണ് പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ? ഞാൻ അതിൻ്റെ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. അന്നേരം നീയൊക്കെ പറഞ്ഞ അന്നേരം വരെ ആയോ അത് ഇതിന് ഫ്രണ്ട്ലി ആവാൻ താല്പര്യമില്ല. ഇതിന്റെ അപ്പുറത്ത് ദിവസമാവും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷ ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരു അടി പ്രതീക്ഷിച്ച് വന്നാലും ഓക്കെ അടിയായി എന്നുള്ളൊരു രീതി അത് മതിയായിരുന്നു. അതിന് പകരം ഫ്രണ്ടാണ്, അണ്ടിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവർ പോകും. പകലാവുമ്പോൾ അതിനകത്ത് നമ്മളോട് പ്രശ്നമുള്ള കുന്നാളല്ല. അവിടെ ഉച്ചയാകുമ്പോഴത്തേനും ചോദിച്ചു തുടങ്ങും. ഇവനേതോ ബ്രോ പേരെന്താ ബ്രോ? സാമാനുണ്ട്. സാമാനത്തിൽ അറ്റം ചെത്തിയിട്ടുണ്ടോ? ചെത്താത്തതുണ്ടോ? അതുണ്ടോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ MRC-യിലുള്ളത്. നിങ്ങളാര്? ഇതാണ് ഇത് ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറേ ദിവസമായി ഇത് ഞാൻ. നിങ്ങൾക്ക് TV-യിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളുള്ള പുതിയ അവിടെ നിന്ന് വന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞുകൂടാ. അപ്പൊ സംസാരം ആകുമ്പോൾ പേരെന്താ പേര് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അത് ന്യായമായ കാര്യം. MRC ആണെന്ന് പറഞ്ഞാൽ മ്യൂച്വലി പോകാൻ 2 മെമ്പേഴ്സ് റെഡി ആണെങ്കിൽ അത് അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി വയ്ക്കുന്നതിൽ ഒരു കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാറുണ്ട് ഇവർക്ക്. ഞാൻ പറഞ്ഞില്ല ഇവന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല MRC ആൾക്കാർ നമ്മുടെ തലവെട്ടി കളയും, മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല.
നിന്റെ അണ്ണൻ പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തരം പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒരുത്തരം പേടിയില്ല. പറയാനുള്ള കാര്യം മൊത്തത്തിൽ പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എന്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ആർപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്ന്. എന്നാൽ ഷമീർ വന്നാലും ഷെയ്ഖ് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തോണം എന്റെ ലൈഫ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തർ കട്ട് ചെയ്ത് ക്ലിപ്പ് ആക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പണിക്കും പോകാത്ത സ്കൂളിൽ പോലും പോകാത്തമാർ ഇത് കമന്റ് ഇട്ട് മെഴുകുമായിരിക്കും. എനിക്ക് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കറിയാം, നമ്മുടെ ഓഡിയൻസിന് അറിയാം, അതുപോലെ അതിനകത്ത് കുറച്ച് ഓഡിയൻസിന് അറിയാം, അതിനകത്ത് ലൈവ് ആണെന്ന് കുറച്ച് ഓഡിയൻസിന് അറിയാം. ഇവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് ആർപ്പ് കളിക്കുന്നത്. അതെ, നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് 17 മിനിറ്റ് നോക്കാം ഫുള്ള് കാണാൻ പറയുന്നുണ്ട്. അതാണ് അത് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാനിവിടെ ഒരു 12,000-13,000 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം പോയി കാണും കേട്ടോ ഇവരുടെ ആർപ്പിയിൽ നമ്മുടെ റെസ്പോൺസ് ഓഡിയൻസിനൊക്കെ എങ്ങനെയാണെന്ന്. അവൻ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഉടനെ MRCയുടെ ഓഡിയൻസിനെ വേണം പുള്ളിക്ക്, അതാണ് പുള്ളി വിളിച്ചതെന്ന്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, ഇത് ആരെ ശരിക്കും എന്നെ ഫോൺ വിളിച്ചേ? ഞാനാണോ ഫോൺ വിളിച്ചത്, അവനാണോ ഫോൺ വിളിച്ചത്? മതിയാണ്. ഇല്ല ബ്രോ, ഇല്ല ഇത് പറയണം. ഞാൻ ഇത്രയും ദിവസം ഇന്നത്തെ തീർച്ചയായിട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും ദിവസം ഞാനല്ലേ കേസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കണേ. 3 ദിവസമായിട്ട് നമ്മുടെ വണ്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ടിവിയും KVയും കാരണമാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയത്. ബ്രോ, നിങ്ങളുടെ ഓഡിയൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. അത് ഞാൻ പറയാം. ഈ എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പേഴ്സിന് എടുത്ത് പറഞ്ഞു പിടിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഈ മെമ്പേഴ്സ് എന്നെ പോടാകുന്നത് നിന്റെ ഒന്നും ഞാൻ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, തല്ലുകൊള്ളാൻ വയ്യെന്ന് പറഞ്ഞാൽ അമ്മ ഇറങ്ങി പോകും. അതുകൊണ്ടല്ലേ നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു എന്നെ അണ്ണാന്ന് പോലും വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. ബാക്കിയൊക്കെ നിനക്കൊക്കെ ഇനി ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ വിശ്വസിക്കാം. ഞാൻ എന്റെ സ്ഥാനം പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്ത് ഇതാക്കി. ഞാൻ മാറ്റിനോട് പറഞ്ഞു എന്നെ അണ്ണാന്ന് പോലും വിളിക്കേണ്ട. അത് കുറച്ച് ആൾക്കാർക്ക് സിറ്റുവേഷൻ ഒരു മിനിറ്റ് നമുക്ക് സിറ്റുവേഷൻ കഴിഞ്ഞ് കണ്ടാലോ ഒരു മിനിറ്റ് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ഞാനൊരു വട്ടം ഷമീറിന്റെ കാര്യത്തിൽ LWന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നത് അവന്റെ കാര്യത്തിലാണ്. അപ്പോഴത്തേക്കിന് തൊപ്പി എന്ന ലൈവിൽ അവരത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ അന്ന് വിചാരിച്ച് ഞാനിത് പേടിച്ചങ്ങ് നിർത്തുന്നത്. ഞാൻ ഇനി ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. RPയെ പറ്റി ഒരു കുന്നേ അറിയാത്ത L W മാത്രം സ്പാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം IEDകളാണ്. നീയൊക്കെ ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, അതെന്താന്ന് മര്യാദക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ പാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസം തമ്മി തല്ലിക്കാൻ നോക്കല്ല. അത് നിന്നെ കൊണ്ടൊന്നും ഒരു കൊന്നയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായോ? തല്ലുള്ള അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നും ഇല്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേരും തമ്മിൽ പകൽ ലൈവ് ഇട്ടിട്ട് പറയും എന്റെ ലീഡർ പ്രശ്നം, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ ലീഡർ പ്രശ്നം. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് അല്ല, ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ വേറെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നമ്മളെ ലീഡറും ലീഡറും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തോളൂ. മനസ്സിലായോ? അതിൽ പുറത്തുനിന്ന് ഒരു തേർഡ് പേഴ്സണോ ആരായാലും ലൈവ് ഇട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരും ഇടപെടണമെന്നില്ല. മനസ്സിലായോ? ഇതിൽ ആരും ഇടപെടണമെന്നില്ല. അത് ആരായാലും ശരി, നമ്മളെ ലീഡറായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് തീർത്തോളൂ. മനസ്സിലായോ? ഇതിൽ വേറെ ആരും ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡ് ആവേണ്ട ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് നമ്മളെ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് നമ്മൾ തീർത്തോളാം. അതിലെന്തിനാ വേറെ തേർഡ് പേഴ്സൺ ആയിട്ട് എന്തിനാ ഒരാൾ വരേണ്ട ആവശ്യം? ടിവിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അണ്ടി കേൾക്കും ഞാൻ പറയാതിരിക്കാൻ വയ്യ. ആ ടിവിയെ കമ്പയർ ചെയ്യുമ്പോൾ കേൾക്കുന്ന വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് MRCനെ പറയുമ്പോൾ നമുക്കും അതുപോലെ തന്നെയാണുള്ളത്. നിന്റെ കുറെ ദിവസമായിട്ട് ഞാൻ കോൺട്രവേഴ്സി അണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പോൾ നിനക്കൊക്കെ മറ്റേ തല കയറി മൂടി വെട്ടണോ? നിന്റെ കഴിവുകളാണ് നിന്റെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ചാറ്റ്. അല്ല, നമ്മളിപ്പോൾ എനിക്കും ഷെയ്ക്കുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർത്തോളാം. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രാത്രി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ, രാവിലെ ആകുമ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇവരെ ഉള്ളിൽ ഇവർ അടിയായോ, ഇവർ സീനായോ, ഓക്കെ, രാത്രി ഷമീറിൻ്റെ ലൈവ് നോക്കട്ടെ, ഇവരെന്താ പറയുന്നത്, ഓക്കെ. ഇങ്ങനെ നമ്മൾ ആരടുത്തും പോയിട്ടോ അല്ലെങ്കിൽ ഇതും നോക്കിയിട്ട് നമ്മൾ നിൽക്കാറില്ല. മനസ്സിലായോ? നമ്മൾ ആരത്തും നോക്കി നിൽക്കാറില്ല. ഇവർ തമ്മിൽ എന്താ പ്രശ്നം, ഇവർ തമ്മിൽ എന്താ അടി നടക്കുന്നുണ്ടോ, ഇവർ തമ്മിൽ എന്തൊക്കെ ഇത് നടക്കുന്നുണ്ടോ നമ്മൾ നോക്കാറില്ല. നമ്മളെ കാര്യം നോക്കും. നമുക്ക് അതിനെ നേരമുള്ളൂ. നമുക്ക് MRCൻ്റെ കാര്യം, നമ്മളെ കാര്യം നോക്കാനേ നമുക്ക് സമയമുള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബാക്കിയുള്ള അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നു, അവിടെ എന്താ നടക്കുന്നോ, അവിടെ ഇങ്ങനെ നടന്നല്ലേ, ഓക്കെ, അവിടെ ഇവർ രണ്ടാളും അടിയായി. ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പ്, അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് എന്നല്ല ഇതിന് പറയും. അതായത് അത്രേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കുത്തിത്തിരിപ്പ് എന്നല്ല, ഇത് അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, ആ ത്വരയായിരിക്കാം ഇത്. നോക്കട്ടെ. വണ്ടി പോയത് അല്ലാതെ നമ്മുടെ അല്ല. എല്ലാം കൂടെ കൊണ്ട് ഞങ്ങളുടെ തലയോട്ട് വെച്ചു. ഞാനൊന്നും മിണ്ടിയില്ലേ പോലും കഴിച്ചു. ഞാൻ എത്ര ദിവസമായിട്ട് എന്റെ RP അല്ല, ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീയൊക്കെ ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, അതെന്താന്ന് മര്യാദക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ പാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസമായിട്ട് തമ്മി തല്ലിക്കാൻ നോക്കല്ല. അത് നിന്നെ കൊണ്ടൊന്നും ഒരു കൊന്നയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായോ? തല്ലുള്ള അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നും ഇല്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേരും തമ്മിൽ പകൽ ലൈവ് ഇട്ടിട്ട് പറയും എന്റെ ലീഡർ പ്രശ്നം, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ ലീഡർ പ്രശ്നം. ഇതാണ് ഓക്കെ. ഇതെന്താന്ന് വെച്ചാൽ ഇത് കുടുംബശ്രീ ശാന്ത.
മനസ്സിലായല്ലോ. ഇത് കുടുംബശ്രീ ശാന്ത. അതായത് ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അതായത് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, അയ്യോ അപ്പുറത്തെന്താ, ആ വീട്ടിലെന്താ പ്രശ്നം, ആ നോക്കട്ടെ, ആ ഓളങ്ങനെ അല്ലാ അടിയായിപ്പോയി, അല്ലാ ഇവർ തെറ്റിയാ, ഇവർ ഇതായോ. ഈ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഈ പരിപാടി ചെയ്യാറില്ല, മനസ്സിലായോ. നമ്മൾ ഈ പരിപാടി ചെയ്യാറില്ല. നമ്മളെ കണ്ടന്റും നമ്മളെ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പോകുന്നത്. നമ്മളെ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, ഇവർ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് കുടുംബശ്രീ ആക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പാൻ വേണ്ടി നമ്മൾ പോവാറില്ല, മനസ്സിലായല്ലോ. ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് ടിവിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അണ്ടിയൊക്കെ ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിന്റെ കുറെ ദിവസം അതുപോലെ തന്നെയാണ് നമുക്ക് MRC. നമ്മളെ പറയുമ്പോൾ നമുക്കും പൊള്ളും. കോൺട്രവേഴ്സി അണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പോൾ നിനക്കൊക്കെ മറ്റേ തല കയറി മൂടി വെട്ടണോ? നിന്റെയൊക്കെ കഴിവേടാണ് നിന്റെയൊക്കെ അത് വണ്ടി പോയത്, അല്ലാതെ നമ്മുടെ അല്ല. എല്ലാം കൂടെ കൊണ്ട് ഞങ്ങളുടെ തലയോട്ട് വെച്ചു. ഞാനൊന്നും മിണ്ടിയില്ലേ പോലും കഴിച്ചു. ഞാൻ എത്ര ദിവസമായിട്ട് എന്റെ RP ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോവാ. എത്ര ദിവസമായിട്ട് ഞാൻ പോവാ. ഞാൻ ഇതിനകത്തൊന്നും മിണ്ടിയിട്ടില്ല. ഇവന്മാർ ഡേ ടു ഡേ, ഞാനിപ്പോൾ 3 ദിവസം ഞാൻ ഈ ഗെയിമിനകത്ത് കയറിയില്ല. 3 ദിവസം ഒരു ഇതും ഇല്ലാത്ത കുറച്ച് ഫേക്ക് അക്കൗണ്ട് വാണങ്ങൾ, മറ്റേ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങളുണ്ടല്ലോ, ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങൾ, ഇവന്മാർ മാത്രമേ എന്റെ അകത്ത് വന്നിട്ട് തെറി വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇതൊക്കെയാണ് ഇവന്മാർ പരിപാടി. ആദ്യം പോയി സ്വന്തം ഗ്യാങ്ങിൽ ആദ്യം ഞാൻ ഒരു കാര്യം പറയണം, ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി തീർക്കുക, എന്നിട്ടല്ലേ TV ആയിട്ടൊക്കെ അടി തീർക്കണേ. ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി. ഞാൻ എന്ന് പറയട്ടെ, ഈ കുടുംബശ്രീ ശാന്തകൾ എന്തിനാ ഇത് നോക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഫസ്റ്റ് അറിയില്ല, മനസ്സിലായോ. ഈ കുടുംബശ്രീ ശാന്തകൾ എന്തിനാണ് ഈ സംഭവം നോക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇതിന് ഇൻട്രസ്റ്റഡ് ആകുന്നത്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അവരെ പാടായല്ലോ. ഇപ്പം ഈകൾ തന്നെ പറഞ്ഞു നമുക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല, നമുക്കിത് നോക്കാറില്ല, നമ്മളിത് അറിയാറില്ല, നമ്മളിത് കാണാറില്ല. പക്ഷെ അപ്പുറത്ത് എന്താ നടക്കുന്നത് പറയുമ്പോൾ നമുക്കൊന്ന് മുണ്ടുമൊക്കെ ഒന്ന് നോക്കാൻ ഒരു ത്വര വരും, മനസ്സിലായോ. ഒരു ത്വര വരും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അത് എന്തിനുള്ള ത്വരയാന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തീർത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇമാരി വാണങ്ങളുടെ അടുത്തൊന്നും എനിക്ക് എന്റെ ഗ്യാങ്ങിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പൊ ഇത്രയും ഇത് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇവന്മാരുടെ അടുത്തൊന്നും മര്യാദയ്ക്ക് നിന്നിട്ട് കാര്യമില്ല ഗൈസ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ ഇത് അന്നേ പറഞ്ഞ ഇത് ഫ്രണ്ട്ലി ആയിട്ട് പോയാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു അടി പ്രതീക്ഷിച്ചിരുന്നു. ഈ അടിയിൽ നമുക്ക് അങ്ങ് തീർക്കാം, അല്ലെങ്കിൽ അടി വരുമ്പോൾ അത് അത്ര ആയിട്ട് പൊക്കോളൂ. അന്നേരം ആർക്കും പറ്റത്തില്ലായിരുന്നു. അന്നേരം എല്ലാവർക്കും മറ്റേ നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയണം. ഞങ്ങൾക്ക് പറ്റത്തില്ല ഗൈസ്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറെ പേരെ ഒരുമിച്ച് അത് ഓഡിയൻസ് അത് മനസ്സിലാക്കുമ്പോൾ ഓഡിയൻസിന് വിവരമില്ലെന്ന് ഞാൻ ആലോചിക്കണേ. പ്ലേയേഴ്സിന്റെ കാര്യം പോട്ടെ, അവന്മാർ ഈ നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പറയുമല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് പഴയ നമുക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? എടാ നീ ഇവിടുന്ന് കൊട്ടയെന്നും ചട്ടിയെന്നും ഒക്കെ സ്പാം ചെയ്തോടാ. ആണുങ്ങളാകുമ്പോൾ കൊട്ടയും ചട്ടിയൊക്കെ ഉണ്ടാവും, നിനക്ക് മനസ്സിലായ? അതുകൊണ്ടാണ് ഇവർ ചെറുക്കൻ ഓടി കളിക്കുന്നത്. നിന്റെയൊക്കെ പോലെ എനിക്കെങ്ങനെ മറ്റേ വേണ്ട, ഞാൻ പറഞ്ഞാൽ ചിലപ്പം നിനക്കൊക്കെ ചിലപ്പോൾ വിഷമമാകും. ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനൊക്കെ ആദ്യം ഒരു മറുപടി കൊണ്ട് ആദ്യം ഇതാക്കി നോക്ക്. നിനക്ക് ആണെയാണോ പെണ്ണാണോ ഇഷ്ടമുള്ള കാര്യത്തിനൊക്കെ ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് മതി നിന്റെയൊക്കെ നീ എനിക്ക് കൊട്ടയുണ്ടോ ചട്ടിയുണ്ടോ എന്നൊക്കെ. എനിക്ക് കൊട്ട ഉള്ളതാണ് ഇവിടെ ഒരു ചെറുക്കൻ ഓടി കളിച്ച് നടക്കണം, മനസ്സിലായി? അത് ആണായോണ്ടാ, അല്ലാതെ നിന്റെയൊക്കെ കൂട്ട് ശിഖണ്ഡി ആയതുകൊണ്ടല്ല, മനസ്സിലായ? നീ എന്നെ കൂമ്പിക്കാൻ വരില്ല. നീയൊക്കെ നീ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ല ഇങ്ങോട്ട് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നീ ഒന്നുകൂടെ നോക്കണം, മനസ്സിലായ? ഇമാർ ഓരോ കൊണ്ട് വന്നേക്കുന്നത്. എടാ നീക്ക് മറ്റേ ഏതെങ്കിലും ഇവിടെ കൊച്ചു പിള്ളേരുടെ പോയി ഇമാരി ഭീഷണിയായിട്ട് പറയടാ. ഇമാർ ഇതൊക്കെ പറ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതെങ്കിലും കൊച്ചു പിള്ളേരുടെ പോയി പറ. MRCയുടെ ഓഡിയൻസ് ഒരു 10 പേര് വന്ന് ഹേറ്റ് തരുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും, അവരുടെ അടുത്ത് പോയി പറഞ്ഞ് എറിക്കും. എന്നോട് എറിക്കൂല. ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. നീയൊക്കെ എന്തൊക്കെ അപരാധം പറഞ്ഞാലും നീക്ക് ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുക. ചുമ്മാ ഇഷ്യൂ ഉണ്ടാക്കണ്ടാവും. ബ്രോ ഞാൻ എന്ത് ഇഷ്യൂ ബ്രോ ഇത്രയും ദിവസം ഉണ്ടാക്കിയത്? അല്ല ഞാൻ ഇത്രയും ദിവസം എന്ത് ഇഷ്യൂ ബ്രോ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞു. ഒരു എന്റെ സൈഡിൽ നിന്ന് ഒരു മോശം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത്. ഞാനിപ്പോൾ എന്തോ ഫ്രസ്ട്രേഷൻ പുറത്തായിരിക്കും അപ്പോൾ ഇത്ര സംസാരിക്കുന്നത്. എനിക്ക് എന്തോരം ഞാൻ ഇതുവരെ ഫേസ് ചെയ്യേണ്ടതായിരിക്കും ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇനി ഇത് പറയാൻ പോവാണേ. കൺവേർട്ടിംഗ് ഗ്യാങ്. എടാ നിനക്ക് എന്ത് അടിയും പറയാം. സ്കൂൾ കൺവേർട്ടിംഗ് സ്പെല്ലിംഗ് കൂടെ പഠിച്ചിട്ട് വേണം. ഈ കണ്ട നായകത്തൊക്കെ വേണ്ടിയിട്ട് കുറയ്ക്കാൻ ഇറങ്ങുന്ന സമയത്ത് സ്കൂളിൽ പോയി 4 അക്ഷരം ABCD എന്താണെന്ന് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു വാക്കത്തിൽ എങ്ങനെ കറക്റ്റായിട്ട് എഴുതാമെങ്കിലും പഠിക്കും. അവനൊക്കെ ഇതിനകത്തൊന്നും മറ്റേ ഗൂഗിൾ പേക്കും അതിനകത്തൊക്കെ പൈസ കിട്ടി അവൻ സന്തോഷമായിട്ടിരിക്കും. അവന് വേണ്ടി കുറയ്ക്കാൻ വരുന്ന നീ മറ്റേ മലയാള പരീക്ഷയ്ക്ക് തുണയില്ലാത്തവൻ എഴുതുന്നതിന് പകരം തുണിയില്ലാത്തവൻ എഴുതി സാറിനെ കൊടുക്കും. അത് വന്ന് നിന്റെ വീട്ടിൽ അതുകൊണ്ട് കൊടുത്തിട്ട് നിന്റെ വീട്ടുകാരിന്ന് മൂന്ന് കാണേണ്ട വരുമോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി കുറയ്ക്കാൻ പോകുന്ന സമയത്ത് സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കാൻ കൊച്ചുകൊണ്ടേ ചെല്ല്. അതാണ് ഏറ്റവും നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം ഗൈസ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാങ്ങോ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇതിലൊന്നും ഇടപെടാനും ഞാൻ ഇതിലൊന്നും ഇതാക്കാനും പോകത്തില്ല. ഫോർ എക്സാമ്പിൾ ഡയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഞാൻ ഇവരുടെ അടുത്തൊന്നും പോയി സംസാരിക്കാനോ VCയിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം MRCയിലെ ഇതൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞപ്പം അവർ നേരെ വന്നത് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ SRR പറഞ്ഞൊരു കാര്യം MRC ആക്കി കൺവേർട്ട് ചെയ്ത് പുള്ളി നേരെ വന്നിട്ട് ലൈവിലിരുന്ന് അവരതെല്ലാം പറഞ്ഞ് എനിക്ക് കിട്ടേണ്ട തലക്കൂടെല്ലാം എനിക്കും കിട്ടി. ഞാൻ എന്നിട്ട് ഇവരുടെ കൂടെ VCയിൽ പോയി ഇരുന്നപ്പോൾ പുള്ളി എന്നോട് പറയുക ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസത്തെ ലൈവിൽ മാറ്റി പറയാൻ പറയും. അന്നേരം പറ്റിയതാ. ഞാൻ പറഞ്ഞു ഓക്കെ അത് എന്താ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാരെ കുറിച്ചാ പറയുന്നേ? പിന്നെ 5 മണി 6 മണി വരെ ഞാൻ ഇവരുടെ കൂടി ഇരുന്ന് സംസാരിച്ച ഒരാളാണ്. അത് ഈ വെളിയിൽ നിന്ന് കാണുന്നവന്മാർക്ക് അതാരെ കുറിച്ചാ പറയുന്നേ? VCയിലിരുന്ന് ഇതാക്കി പറയുന്ന ആരാ? അല്ല എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതിന് താല്പര്യമില്ല. ഞാൻ അല്ല എനിക്ക് എൻ്റെ ഇതിന് MRCനെ പറയുമ്പോൾ എനിക്ക് പൊള്ളും.
മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് വരുന്നതാ, ഞാൻ അവിടെ ഉള്ളതാ. അങ്ക് അപ്പം MRCനെ പറയുമ്പോൾ അങ്ക് പൊള്ളും, മനസ്സിലായല്ലോ? TVനെ പറയുമ്പോൾ ഈഗിളിന് എന്താണോ പൊള്ളുന്നത് അതേ ലെവലിൽ എനിക്കും പൊള്ളും, മനസ്സിലായല്ലോ? അത് എനിക്കും പൊള്ളും. കൊട്ടൻ ചട്ടി നിന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കാം. അതെന്താന്ന് പറയട്ടെ, അത് MRC ഓഡിയൻസ് മാത്രമല്ല, നമ്മുടെ ഇന്ന് തല്ല് മേടിച്ചിട്ട് പോയിട്ടുള്ള കുറച്ച് ഗാങ്ങുകളുടെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ഫാൻ ബോയ്സ് ഉണ്ട്, മനസ്സിലായോ? നമ്മുടെ ഷെയ്ക്ക് ആൻഡ് മാക് റെഗുലറായിട്ട് A ക്ലാസ് തല്ലുകൾ മേടിച്ച് പോയിട്ടുള്ള ഫാൻ ബോയ്സും കൂടെ MRCയുടെ ഈവൻ MRCയുടെ ഫാൻ അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. MRCയുടെ കമന്റ് സെക്ഷനിൽ പോയി നമുക്ക് ഇവരെ മുമ്പിൽ തരാൻ പറയും, മനസ്സിലായോ? അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവർക്ക് എന്ത് വേണേ പറയാം. പക്ഷേ ഓഫ്ലൈനിൽ ഞാൻ ഇരുന്ന് എന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കോ ലീഡറിനോടും ഇതിനോടും എല്ലാം ഞാൻ എന്റെ കാര്യം രണ്ടുപേരും മാക്കിനോട് ഷേക്കിനോട് ഞാൻ ലീഡറിനെ ഒന്നും കണ്ടിട്ടില്ല, വേറെ ആരും ഗോഡ് ഫാദറിനൊന്നും ഞാൻ VC കണ്ടിട്ടില്ല. ഞാൻ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ പോയിരുന്നു സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വെറുതെ നിന്നെയൊക്കെ പോലെ ഓൺലൈനിൽ മാത്രം ടൈപ്പ് ചെയ്തിരിക്കുന്ന എന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെ പോയി സംസാരിച്ച് എന്റെ കാര്യങ്ങൾ അവരുടെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഇതും കൊടുത്ത് മ്യൂച്വലി റെസ്പെക്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ TVക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കൊടുത്തതിന്റെ നമ്മുടെ വ്യൂവർഷിപ്പ് വന്നത് ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു ഷെയ്ക്ക് മാക്ക് എനിക്ക് പേഴ്സണൽ ചാറ്റും എടുത്ത് വെച്ച് അത് കാണിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ആ കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടില്ല എന്നോട് പറയരുത്. ഞാൻ മാക്കിനെ റിയൽ ലൈഫിൽ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവനെ ഷെയ്ക്കിനെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ് നമുക്കിത് ഫ്രണ്ട്ലി ഗ്യാങ്ങായിട്ട് നടക്കൂല, നമുക്ക് അത് കഴിഞ്ഞിട്ട് മതി അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗ്യാങ്ങോട് മുന്നോട്ട് പോട്ടെ എന്ന് ആദ്യം തൊട്ടേ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും എന്നെ എല്ലാം ഒരുമാതിരി ഇവർ കയറി വരുന്നതിന് എടാ നീയൊക്കെ എവിടെ കയറി വന്നെന്നാ അല്ല നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും, നീ അങ്ങ് കയറി എന്നെ അങ്ങ് പോയി, നീയൊക്കെ എവിടെ കയറി വന്നെന്നാ ആദ്യം നീ കസേരയിൽ ഇരിക്കുക എന്നിട്ട് കാലം നീട്ടാ അന്ന് നീയൊക്കെ അങ്ങ് ഭയങ്കര കമ്പാരിസൺ തുടങ്ങിയല്ലോ നീയൊക്കെ അങ്ങ്. ഇല്ല ഞാൻ അഹങ്കാരം ഒന്നും പറയല്ല, ഞാൻ അഹങ്കാരമായിട്ടൊന്നും പറയല്ല. അവന്മാർ ഒരു 10 സ്ട്രീമേഴ്സിന്റെ വാച്ചിങ് ഒരുമിച്ച് കൂട്ടിയാലും എന്റെ അത്ര വരത്തില്ല. ഞാൻ അഹങ്കാരമായിട്ടൊന്നും പറയല്ല. ഇവനൊക്കെ ഇങ്ങനെ മറ്റേ ഇവന്റെ വായു വർത്തനം കിടത്തോന്നും ഞാൻ വാച്ചിങ്ങിലും അത്ര വരത്തില്ല. ഞാൻ അഹങ്കാരമായിട്ടൊന്നും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാങ്ങോട് മുന്നോട്ട് പോട്ടെ എന്ന് ആദ്യം തൊട്ടേ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും എന്നെ എല്ലാം ഒരുമാതിരി ഇവർ കയറി വരുന്നതിന് എടാ നീയൊക്കെ എവിടെ കയറി വന്നെന്നാ അല്ല നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും, നീ അങ്ങ് കയറി എന്റെ അങ്ങ് പോയി, നീയൊക്കെ എവിടെ കയറി വന്നെന്നാ ആദ്യം നീ കസേരയിൽ ഇരിക്കുക എന്നിട്ട് കാലം നീട്ടാം അന്ന് നീയൊക്കെ ഭയങ്കര കമ്പാരിസൺ തുടങ്ങിയല്ലോ നീയൊക്കെ അങ്ങ്. ഇല്ല ഞാൻ അഹങ്കാരം ഒന്നും പറയല്ല, ഞാൻ അഹങ്കാരമായിട്ടൊന്നും പറയല്ല. അവന്മാർ ഒരു 10 സ്ട്രീമേഴ്സിന്റെ വാച്ചിങ് ഒരുമിച്ച് കൂട്ടിയാലും എന്റെ അത്ര വരത്തില്ല. ഞാൻ എനിക്ക് വ്യൂവർഷിപ്പ് പറഞ്ഞ് കളിക്കാൻ താല്പര്യമില്ല. അഹങ്കാരമായിട്ടൊന്നും പറയല്ല. ഇവനൊക്കെ ഇങ്ങനെ മറ്റേ ഇവന്റെ വായു വർത്തനം കിടത്തോന്നും ഞാൻ 10 വാച്ചിങ്ങിലും അവൻ 1,000,000 വാച്ചിങ് സ്ട്രീം ചെയ്യുന്നത് പോലെയാണ്. അല്ല എന്നെ ഒരുമാതിരി അങ്ങനത്തെ പട്ടിയാക്കിയാണ് ഇവർ സംസാരിക്കണം കുറെ ദിവസമായിട്ട്. ഇവന്മാരുടെ ഓഡിയൻസ് അങ്ങനെ ഒരു വിചാരം കൂടെ ഉണ്ട് ഭയങ്കരമായിട്ട്. നീയൊക്കെ ആദ്യം മോളി വന്നിട്ട് സംസാരിക്കും. ഇതാരാ കുടുംബശ്രീ ശാന്ത, താങ്ക് യു ഫോർ the 100 rupees. അല്ല നമ്മളെ ഇവരായിട്ട് കമ്പയർ ആക്കരുത്. TVയൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആക്കി കാണിക്കും, എന്നിട്ട് മതി ബാക്കിയുള്ള നിന്റെയൊക്കെ താളം മതി. കേട്ടോ മനസ്സിലായി? ഇനി കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നിന്റെയൊക്കെ താളം അമ്മാരും മതി. TVയൊക്കെ ബെറ്റർ ആയിട്ടുള്ള മറ്റേ തല്ലുകളി ഗ്യാങ്ങളുടെ ഇന്ന് മറ്റേ പോയി അടിച്ചിട്ട് മത്സരിക്കും. ബാക്കി ഏത് ഗ്യാങ് വന്നത് ഇന്നലെ T47 തല്ല് കഴിച്ചവനൊക്കെ എന്നിട്ട് നമ്മളെ ഇരുന്ന് അവരാധിക്കണം. ഇതൊക്കെ ഇനി ബ്രോ ഞാൻ പറഞ്ഞല്ലോ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗ്യാങ് ആവുമ്പം വാറടിക്കും, തോക്കും, അല്ലെങ്കിൽ വാറടിക്കൂല, അത് നമ്മളെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് എന്തിനാ ഈ അങ്ക് അതിലാട്ടോ ഇത് നമ്മളെന്തിനും ഇങ്ങനെ കമ്പയർ ചെയ്യണം, നമ്മളെന്തിനും നിങ്ങൾ കുറച്ച് കമ്പയർ ചെയ്യണം MRCനെ. അതിൽ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതായത് നമ്മളെ കാര്യങ്ങളായിട്ട് നമ്മൾ പോയിക്കോളാം. എന്തിനാണ് ഇത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായോ? ഇതിലെന്തിനാ ഇത്രമാത്രം വേവലാതി എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, മനസ്സിലായോ? എന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ എന്റെ കാര്യം ഇതാക്കുക. നിന്റെയൊക്കെ വ്യൂവേഴ്സ് പോട്ടെ, നിന്റെയൊക്കെ കഴിവേടാ. തൊപ്പി 40 to 50K, നിനക്ക് 14K കരഞ്ഞോ? എടാ പുണ്ടച്ചി മോനെ, എനിക്ക് അണ്ടിക്കകത്തും പറിക്കാത്തതും നൂഡിൽസ് വാരിയിടണ്ട. എനിക്ക് എന്റെ സാമാനം വെളിയിലിട്ട് കൊട്ടയാട്ടി നടക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ അല്ലാതെ പിന്നെ ഗെയിംസ് സ്ട്രീം ചെയ്യണം, അല്ലാതെ നൂഡിൽസിനകത്ത് കുന്ന വണ്ടി വാരി ഇട്ടിട്ട് നൂഡിൽസ്. ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ ഇതിനെക്കുറിച്ച് പറയേണ്ട ആളുണ്ട്. ഇത് മൂപ്പര് പറഞ്ഞോളൂ. ഇത് മൂപ്പര് പറഞ്ഞോളൂ, മനസ്സിലായി? ഇത് മൂപ്പര് പറഞ്ഞോളൂ. നൂഡിൽസ് വാരിയിട്ടോ അല്ല, എനിക്കിതിൽ യാതൊരു തരത്തിലും എനിക്കിതിന് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ കാര്യം പറയാം, ഇതിൽ നൂഡിൽസ് വാരിയിട്ടോ അങ്ങനെ വാരിയിട്ടോ അത് അവൻ്റെ ഇഷ്ടം, അവൻ ഓൻ്റെ ഇതിൽ ഇതാക്കി, മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ ഈഗിള് നല്ല പുള്ളിയൊന്നല്ലോ. ഈഗിളെന്താ തെറി വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ വല്ല കമ്പാരിസൺ ഒന്നും വേണ്ട. നൂഡിൽസ് വാരിയിട്ടോ ഇതിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പാരിസൺ ഒന്നും വേണ്ട,
മനസ്സിലായോ? നൂഡിൽസ് വാരി ഇട്ടിട്ടോ എന്താക്കിയിട്ടോ ചെക്കൻ്റെ നിലയിലെത്തിയോ അത്ര മാത്രമേ നോക്കണ്ടൂ. അല്ലാണ്ട് ഇങ്ങനെ വേറെ വീട്ടിൽ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ കുടുംബശ്രീ ശാന്ത കളിക്കൽ എനിക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് പറയുള്ളൂ, ഈ കുടുംബശ്രീ ശാന്ത കളിക്കുന്ന പരിപാടി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന്, അപ്പുറത്തെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് പോയി നോക്കി അതിങ്ങനെ നോക്കി ആടെ ഇവർ തമ്മിൽ അടിയായോ, ഇവർ ഉച്ചക്കടിയായി രാവിലെ ഇതായി തെറ്റായി ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും, ഇതെന്താ സീരിയൽ കാണുന്നോ, ഇതെന്താ പെണ്ണുങ്ങൾ സീരിയൽ കാണുന്നതാണോ ഇത്? അല്ല ഇത് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഷെയ്ക്കുമായിട്ടുള്ള പ്രശ്നം അത് നമ്മൾ തമ്മിൽ തീർത്തോളാം, മനസ്സിലായല്ലോ. അതിൽ വേറൊരാൾ ഇത്രമാത്രം വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ വേറൊരാൾ ഇത്രമാത്രം വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, എനിക്കറിയത്തില്ല എന്താണെന്ന്. നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ കുടുംബശ്രീ പരിപാടി നമ്മൾ എടുക്കാറില്ല, മനസ്സിലായോ? ഈ കുടുംബശ്രീ പരിപാടി നമ്മൾ എടുക്കാറില്ല, നമുക്കത് ഇഷ്ടമല്ല, നമ്മളത് ചെയ്യാറില്ല, മനസ്സിലായോ? കുടുംബശ്രീ പരിപാടി നമ്മൾ ചെയ്യാറില്ല. അതായത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആടെ എന്താ നടക്കുന്നത് ഒളിഞ്ഞു നോക്കിയിട്ട് ചാനലിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ആടെ നടക്കുന്ന കാര്യം ഇപ്പുറത്ത് വന്ന് പറയുക എന്ന് പറഞ്ഞ പരിപാടി നമുക്കില്ല. അത് ആ കുടുംബശ്രീ ശാന്ത പരിപാടി നമ്മളില്ല ഗൈസ്, നമുക്കതില്ല, നമുക്കത് താല്പര്യമില്ല, മനസ്സിലായോ? വായിക്കാത്തും മറ്റേ പറയിട്ട് വെച്ചിട്ടല്ല ഞാൻ വ്യൂസ് കൊണ്ടുവന്നേ, മനസ്സിലായ? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ടോപ്പസ്റ്റ് വാച്ചിങ് 29 to 30K ആർപിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ലൈവില്, അതും യൂട്യൂബിൽ കിക്കിലെല്ലാം പറഞ്ഞു, യൂട്യൂബിൽ കാര്യം പറഞ്ഞു. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആ ലൈവ്, പോയി എടുത്ത് നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാവും. സോളോ ആർപി കളിച്ച് എനിക്ക് അത് മതി. അല്ലാതെ എത്ര പോയി എടുത്ത് നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാവും. സോളോ ആർപി കളിച്ച് എനിക്ക് അത് മതി. അല്ലാതെ ഡെയിലി മറ്റേ നാട്ടുകാരെ തല്ലി അതെന്ന് പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് 50,000 പേരെ ഒരു ലൈവ് കൊണ്ടുവരുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായി? അപ്പൊ നീ തൊപ്പി പാർട്ടി കളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നീ ആർപി കളിച്ചപ്പോൾ കൊണ്ടുവന്ന് വാച്ചിങ് നിന്റെ അണ്ണന്മാർക്കുണ്ടെങ്കിൽ അതും വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ അന്നേരം ഞാൻ സംസാരിക്കാം. അല്ലാതെ മറ്റേ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടുന്ന 50,000 പേര് കാണാൻ വന്നു, നിനക്ക് നീ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ അത്രയും പേരല്ലോ എന്ന് എന്റെ ഇതിപ്പോ വ്യൂവർഷിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോഴത്തെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആർ പി തുടങ്ങിയ അത്രയും ദിവസം ഈഗിളിന് 12 വാച്ചിങ്ങും ഞാൻ 15 വാച്ചിങ്ങിലും ഞാൻ സ്ട്രീം ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഈഗിളിന് 12 വാച്ചിങ്ങും ഇപ്പം വാച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് ഇത് പറയാം, ഞാൻ എനിക്ക് ഇങ്ങനത്തെ വാച്ചിങ്ങിൻ്റെ കാര്യം ഒന്നും പറയാൻ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷെ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യം പറയാം. ഈഗിൾ 12K വാച്ചിങ്ങിലും ഞാൻ യൂട്യൂബിൽ 15K വാച്ചിങ്ങിലും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അല്ല ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പറയണതിൽ ഒരു കാര്യമില്ല. നീ അങ്ങനെയുള്ളപ്പോൾ കൊണ്ടുപോകാം, അന്നേരം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നീ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യൂവിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് മുകളിൽ ഈ പറയുന്നത് പോലെ ഒരു ഇത് കൊണ്ടിട്ട് ബോട്ട് വാച്ചിങ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ നീ ഒക്കെ കൊണ്ടുവരുന്ന ഞാൻ സംസാരിക്കാം. അത് നമ്മളൊക്കെ അല്ല, അത് കൈ തന്നെയാണ്. കിക്കിലേക്ക് ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൈ തന്നെയാണ്. അത് ഞാൻ എല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എന്ന് കരുതി നമ്മളാരും ഇതുവരെ വ്യൂവർഷിപ്പ് ഇല്ലാത്ത കുണ്ണകളാണെന്ന് ചിന്തിക്കരുത്. നമ്മളാരും വ്യൂവർഷിപ്പ് ഇല്ലാത്ത കുണ്ണകളാണെന്ന് ചിന്തിക്കരുത്, മനസ്സിലായല്ലോ? 72K അതെല്ലാം ഹിസ്റ്ററി. അത് ഞാൻ എന്താ പറയുന്നത് അറിയും, ഞാൻ ഇതിലധികം സംസാരിക്കുന്നില്ല. ഞാൻ ഇതിലധികം സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു രീതിയിലേക്ക് ഇത് മാറും. ഇത് സംസാരിക്കേണ്ട ആളുണ്ട്, മനസ്സിലായോ? ഇത് സംസാരിക്കേണ്ട വേറൊരാളുണ്ട്. അത് മൂപ്പര് വന്ന് സംസാരിച്ചോളും, മൂപ്പര് വന്ന് തീർത്തോളും. ഞാനിതിൽ ഇടപെടുന്നില്ല. ഐ തിങ്ക് എന്നെ ഞാൻ ടിവിയൊക്കെ മുമ്പിൽ ആ ടിവിയുടെ ഇതിന് മുകളിൽ ഒരു നല്ല ഗ്യാങ് ആയിട്ട് കൊണ്ടുവന്ന് സംസാരിക്കാം. അല്ലാതെ എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെയൊക്കെ വ്യൂ കമ്പാരിസൺ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ കാണാൻ വന്ന് ഇമാര് വർത്താനം പറഞ്ഞാൽ ഇതുപോലെ അപരാധി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സംശയമില്ല. പിന്നെ സിറ്റിക്കകത്ത് ഇനി ഏതെങ്കിലും അമ്പി വന്നിരുന്ന് നാളെ തൊട്ട് സിറ്റിക്കകത്ത് കയറുന്ന സമയത്ത് ടിവിയുടെ അടുത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഗ്യാങ്ങിൽ അമ്പി വന്നിരുന്ന് കൊണ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് തല്ലി കട്ടി തൂക്കി കത്തിക്കും. ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്ലേസിനോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സിറ്റിക്കകത്താണ് വന്ന് നിനക്കൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഫ്രസ്ട്രേഷൻ തീർക്കണം. 72K എടാ, അതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, അതെല്ലാം നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോലും കാര്യമില്ല, മനസ്സിലാവും? ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, വ്യൂവർഷിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളെ കെയ്വ് കേട് എന്ന് പറഞ്ഞല്ലോ, വ്യൂവർഷിപ്പ് കുറഞ്ഞത് നിങ്ങളെ കെയ്വ് കേട് എന്ന് പറഞ്ഞല്ലോ, അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, വ്യൂവർഷിപ്പ് ഉണ്ടാക്കൽ കെയ്വാ. ആ കെയ്വ് തൊപ്പിക്കുണ്ട്, ഓനുണ്ടാക്കി. അതിലിപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു കാര്യം പറയല്ലോ, ഇപ്പം ഈഗിൾ പറഞ്ഞു വെച്ച കാര്യമാണ്. നിങ്ങളൊക്കെ 10 പേര് കൂടിയാലും വ്യൂവർഷിപ്പ് കിട്ടൂല ഈ സംഭവം. ഇപ്പം ഈഗിൾ പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ തെറ്റുകൊണ്ടാണ് നമ്മളെ വ്യൂവർഷിപ്പ് MRCൻ്റെ വ്യൂവർഷിപ്പ് പോയത് നിങ്ങളെ പിടിപ്പ് കോടുകൊണ്ട്. അങ്ങനെയാണ് ഈഗിൾ പറഞ്ഞത്. MRCൻ്റെ വ്യൂവർഷിപ്പ് പോയത് നിങ്ങളെ പിടിപ്പ് കോടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ വ്യൂവർഷിപ്പ് കയറ്റൽ പിടിപ്പ് ഇതാണല്ലോ, നമ്മളെ ഗുണമാണല്ലോ, നമ്മളെ ബുദ്ധിയാണല്ലോ. അത് അങ്ങനെയാണെങ്കിൽ അത് ഓൻ്റെ ബുദ്ധിയാ, മനസ്സിലായോ? അത് ഓൻ്റെ ബുദ്ധിയാ. കോൺട്രവേഴ്സിയോ വാട്ടെവർ ചെക്കൻ ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് കയറ്റിയോ അത് ഓൻ്റെ ബുദ്ധിയാ.
അത് ഓൻ്റെ ബുദ്ധിയാ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിന് കണ്ട ഈ പറഞ്ഞ പോലെ ന്യൂഡിൽസ് കയറ്റിയെന്നും മറ്റേ മുളക് പൊടി വാരിയിട്ടെന്നും ഇങ്ങനെ ഒന്നും ബായ്ത്താളടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കഴിവുള്ളവർ വ്യൂവർഷിപ്പ് കയറ്റും, എങ്ങനെയും കയറ്റും. അതാണ് ഇപ്പോൾ ഈഗിൾ പറഞ്ഞ കാര്യമാണത്. ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഈഗിൾ പറഞ്ഞ കാര്യമാണത്. ആണോ? ആണ്. ഈഗിളുടെ വായിൽ നിന്ന് വീണ കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാമല്ലോ. ഈഗിൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങളെ വ്യൂവർഷിപ്പ് പോയില്ലെങ്കിൽ നിങ്ങളെ കഴിവ് കേട്. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നത് നമ്മളെ കഴിവാണ്, നമ്മളെ കഴിവാണ്. അത് അംഗീകരിക്കണം. അല്ലാണ്ട് അതിൽ കയറി വെറുതെ കുണക്കരുത്. ന്യൂഡിൽസ് ഇട്ടോ വേറെ എന്ത് മൈരി ചെയ്തിട്ടാണെങ്കിലും ഓൻ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയോ അത് ഓൻ്റെ കഴിവാണ്, ഓൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ പിന്നെ അത് സമ്മതിച്ചു കൊടുക്കണം. മതിയല്ലോ. ആടെ കടന്ന് പിന്നെ ഉരുളരുത്. നീ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുതരാം. അങ്ങനെയൊക്കെ കുറച്ച് ദിവസം ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് മടുത്ത് സീരിയസ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്യത്തില്ല, പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും കഴിച്ചാൽ എടാ നിന്റെ എല്ലും ഡബ്ല്യൂ ഒക്കെ നിന്റെ അച്ഛൻ അണ്ടിക്കകത്തോട് കൊണ്ടിടും. ഇവിടെ ഇടാതെ നിന്റെ എല്ലും ഡബ്ല്യൂ. നിങ്ങൾ വാടാ, നിങ്ങൾ ഇവിടെ ഇടറാ. നിങ്ങൾ എന്തിനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് ഇതാക്കുന്നത്? ഇത് സ്ട്രീമേഴ്സ് പൊതുവേ ഉപയോഗിക്കുന്ന സാധനം ഈ എല്ലും ഡബ്ല്യൂ. മനസ്സിലാവും? സ്ട്രീമേഴ്സ് പൊതുവേ പുറത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, ഈ എല്ലും ഡബ്ല്യൂ എന്നുള്ള കാര്യം. ഇത് ഈഗിളിന് വേണമെങ്കിൽ ഈഗിൾ അത് ഇതാക്കണ്ട. അതിന് അവരെ തെറി വിളിച്ചതിനെ കൊണ്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഡബ്ല്യൂ എല്ലും ഇടുന്നതിന് അത്രയ്ക്ക് ഇതാണോ, ഈഗോ ആണോ? എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. ഫാസിലായിട്ടൊന്നും നീയൊക്കെയാണ് അത് കണ്ടുപിടിച്ചതെന്ന്. ഫോറിലുള്ള നല്ല സ്ട്രീമേഴ്സിന്റെ ഒക്കെ വായിന്ന് മത്തിയെടുത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട് പറയുമോ അവനെ? ഛർദ്ദിക്കലല്ല ബ്രോ, ഛർദ്ദിക്കലല്ല. അത് കൈവാ. അവിടെ ഉള്ള ഒരു സാധനം ഇവിടെ വർക്കാക്കി എടുക്കാന്ന് പറഞ്ഞാൽ കൈവാ. ആ കൈവില്ലാത്തവർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. മനസ്സിലായോ? ആ കൈവില്ലാത്തവർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. കുറ്റം പറഞ്ഞോട്ടെ, കാരണം എന്താ? അവർക്കതില്ല. അപ്പൊ പിന്നെ അതിന്റെ വിഷമം കാണും. അത് കരയട്ടെ. ക്രൈ മോർ ബ്രദർ. തീട്ടങ്ങൾ അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത എ ക്ലാസ് തീട്ടങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ വേണ്ട. അതുമല്ല, വെളിയിലത്തെ സ്ട്രീമേഴ്സിനെ അതേപോലെ നക്കി എടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അവന്റെ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. GTA എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളാണോ? GTA എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളാണോ? ആണോ? അല്ലല്ലോ. പുറത്തുള്ള ഗെയിമല്ലേ ഇത്? ഫോറിനേഴ്സ് കളിക്കുന്ന ഗെയിമല്ലേ ഇത്? അതെന്തിനാ അപ്പൊ അവരെ ഛർദ്ദിയിലാണോ ഈഗിള് കളിക്കുന്നത്? അതെന്താ? അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്തിനാ? പുറത്തുള്ള ഇതിപ്പോ പറഞ്ഞത് എല്ലും ഡബ്ല്യൂ പുറത്തുള്ളവർ ഛർദ്ദിച്ചാണെന്ന് പറഞ്ഞു. എല്ലും ഡബ്ല്യൂ പുറത്തുള്ളവർ ഛർദ്ദിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ ഗെയിം GTA 5 എന്ന് പറഞ്ഞ ഗെയിം പുറത്തുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാ? ആണോ? ആണ്. അതപ്പോ എന്തിനാ കളിക്കുന്നത്? അപ്പൊ അവർ ഛർദ്ദിലല്ലേ കളിക്കുന്നത്? അതിലപ്പോ കുഴപ്പമില്ല അല്ലേ? ഓക്കെ. അതൊക്കെ അവന്മാരുണ്ടാക്കിയതാണെന്നാണ്. എല്ലും ഡബ്ല്യൂ നിന്റെ അച്ഛന്റെ കാലിനിടെ കൊണ്ടിട്ടാ എന്റെ അടുത്ത് ഇടണ്ട. അത് കേട്ട് നക്കി തീരുമാനം മാറ്റുന്ന മറ്റേ നട്ടലില്ലാത്തവന്മാരെ മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. മറ്റേ സ്വന്തമായിട്ടൊരു തീരുമാനം, സ്വന്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ള ആൾക്കാരെ നിനക്കൊന്നും അറിഞ്ഞൂടാ. നീയൊക്കെ അത് കണ്ട് വളർന്നതിന്റെ പ്രശ്നം. സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ കണ്ടു. അതായത് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയാണ് മെയിൻ പരിപാടി. ഫസ്റ്റത്തെ കാര്യം കുടുംബശ്രീ. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, MRCയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് മെയിൻ ഇവരുടെ പരിപാടി. അപ്പം തന്നെ അവിടെ തന്നെ മനസ്സിലായല്ലോ കുടുംബശ്രീ, അവിടെ തന്നെ ലേബലായല്ലോ കുടുംബശ്രീയാണെന്നുള്ള കാര്യം അവിടെ ഉറപ്പായി. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ള ആൾക്കാരെ ഛർദിലാണ് തൊപ്പിയും ഞാനൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഡബ്ല്യൂയും എല്ലും അതാണ് പറയുന്നത്. അതാണ് ഇൻഡയറക്റ്റ്ലി ആയാലും ഡയറക്റ്റ്ലി ആയാലും അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കത് മനസ്സിലാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ GTA 5 എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയത് ഈഗിളല്ല. ആണോ? ഈഗിളല്ല ഉണ്ടാക്കിയത്. അപ്പം പിന്നെ ഈഗിള് കളിക്കുന്ന എന്താ? ഈഗിള് കളിക്കുന്നത് ഛർദിലാ. ഈഗിള് കളിക്കുന്നത് പുറത്തുള്ളവന്മാർ, കഴിവുള്ളവന്മാർ ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഛർദിലാണ് ഈഗിള് കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. മനസ്സിലായോ? മതി. ഇതിന്റെ അപ്പുറത്തോട്ടേ പോയാലേ മതി. അങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പിടിച്ചു വെച്ചു. അങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വാക്കുകളും ഓരോ സംഭവം ഞാൻ ഇങ്ങനെ പിടിച്ച് വെക്കുക. കാരണം എനിക്ക് ഇത് താല്പര്യമില്ല, ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നമ്മളെ MRCനെ കുറച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് കൊള്ളും. മനസ്സിലായോ? നമുക്കത് കൊള്ളും. അപ്പം നമുക്കങ്ങനെ അത് കേട്ടോണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ബാക്കിയുള്ളവർക്ക് പറ്റുമായിരിക്കും, എനിക്കത് പറ്റൂല. എനിക്കത് പറ്റൂന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റൂല. മനസ്സിലായോ? ഇതിനൊക്കെ ഛർദിലെന്ന് പറഞ്ഞാൽ അല്ലേ? ഓക്കെ. ലെറ്റ്സ് ലീവ് ഗൈസ്. ലെറ്റ്സ് ഗോ. അല്ല അത് വിട്. ഇത് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിപ്പോൾ എന്തായാലും കുറച്ച് ഇതാവും തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ MRCനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തായാലും ചുമ്മാ ഇരിക്കാൻ പറ്റൂല. അതിപ്പോൾ ആരായാലും ശരി, ഈഗിളായാലും ശരി, ആരായാലും ശരി, MRCനെ കുറ്റം പറയുമ്പം എനിക്ക് പൊള്ളു. ഞാൻ അവിടെ ഉള്ള ആളാണ്, ഞാൻ അവിടുന്ന് വന്ന ആളാണ്. അപ്പം
അപ്പം നമ്മളെ കുറ്റം പറയുമ്പം എനിക്കത് കൊള്ളും ബ്രദർ, എനിക്കത് കൊള്ളും. MRCനെ പറയുമ്പോൾ എനിക്ക് കൊള്ളും. TVനെ പറയുമ്പം വാസു ഈഗിളിന് എങ്ങനെയാണോ കൊള്ളുന്നത് അതുപോലെ തന്നെ എനിക്കും കൊള്ളും. മനസ്സിലായോ? എനിക്കും കൊള്ളും. അപ്പം എന്താ നമ്മൾ പറയുക, ഇപ്പം ഈഗിൾ എന്താണോ പറഞ്ഞത് അതിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്രയും ഓരോ വാക്കും ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇതാവുക, ഇങ്ങനെ ഓരോന്ന് ഞാൻ ഇതാക്കി ഫിൽട്ടർ ചെയ്താണ് ഞാൻ പറയുന്നത്. മനസ്സിലാവും? കാരണം വെറുതെ ഒരു ഇതാവണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തണ്ടി അതൊന്ന് മൂത്രമൊഴിക്കട്ടെ. TV ഓൾഡ് ആണോ?